ക്ലാസ് മുറിയിൽ വെച്ച് ഒരു കുട്ടിക്ക് പാമ്പുകടി ഏൽക്കുന്ന സംഭവം. അത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ എന്ന അവിടുത്തെ UP സ്കൂളിലാണ് 7ാം ക്ലാസ്സുകാരിക്ക് പാമ്പുകടി ഏറ്റത്. വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷമൊക്കെ നടക്കുന്നതിനിടയിലാണ് ക്ലാസ് മുറിയിൽ വെച്ച് ഇങ്ങനെ ഒരു അത്യാഹിതം കുഞ്ഞിന് സംഭവിക്കുന്നത്. നേഹ എന്ന കുട്ടിക്കാണ് പാമ്പുകടി ഏറ്റത്. ഈ സ്കൂളിൻ്റെ പരിസരവും ഒക്കെ വല്ലാതെ കാട് പിടിച്ച് കിടക്കുന്നതാണ്. അതൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാരൊക്കെ പിന്നീട് പരാതികളായി നമ്മളോട് പറയുകയും ചെയ്തത്. ഗൂഗിൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗൂഗിളെ, ഇന്നലെ വൈകിട്ടാണ് ഇതിപ്പോൾ നേരത്തെയും ഇങ്ങനെ വയനാട്ടിലൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഒരു സ്കൂളിൻ്റെ പരിസരമൊക്കെ എത്രത്തോളം വൃത്തിയോടെ സൂക്ഷിക്കണമെന്നൊക്കെ അവിടുത്തെ അധ്യാപകർക്കറിയാം, അല്ലെങ്കിൽ PTA-ക്കും ഒക്കെ അറിയാം. അപ്പം അതൊന്നും വേണ്ട ശ്രദ്ധ കൊടുക്കാതെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ വെച്ചുള്ള കളിയായിപ്പോയി. എന്താണ് പിന്നീട് നാട്ടുകാരൊക്കെ പരാതി പറഞ്ഞത്? ഈ കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ആരോഗ്യ സ്ഥിതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടിയാണോ? ദിവിഷ, ഇന്നലെ 12 മണിയോടുകൂടിയാണ് കുട്ടിക്ക് ഇത്തരത്തിൽ പാമ്പ് കടി ഏൽക്കുന്നത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്കൂള് ചെങ്കൽ UP സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണ്. മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ സർക്കുലർ ഇറക്കിയതാണ്. ഇതേപോലെ സ്കൂൾ പരിസരങ്ങൾ കാട് മൂടി കിടക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിത്തെളിക്കണം എന്നടക്കമുള്ള സർക്കുലർ ഉള്ളതാണ്. പക്ഷേ ഈ പ്രദേശം ഏറെക്കുറെ കാട് മൂടി കിടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ ക്ലാസ് മുറികളും സ്കൂളും ഒക്കെ അടച്ചിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, പ്രവൃത്തി ദിവസമല്ല. ഈ ജയൻ നിവാസിൽ ഷിബുവിൻ്റെ മകൾ നേഹയ്ക്കാണ്, 12 വയസ്സുള്ള നേഹയ്ക്കാണ് ഇന്നലെ പാമ്പ് കടി, ക്ലാസ്സിൽ വെച്ച് പാമ്പ് കടിക്കുകയും പിന്നീട് കുട്ടി കുതിറി മാറുകയും ചെയ്തു. തുടർന്ന് സ്കൂളിൽ നിന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയും പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും ചുരുട്ട എന്ന് പറയുന്ന പാമ്പാണ് കടിച്ചിട്ടുള്ളത്. വിഷമില്ലാത്ത ഇനമാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ മാറ്റമുണ്ട്. കുട്ടിക്ക് ഇന്നലെ മുതൽ ശാരീരിക അസ്വസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നുമുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ പ്രദേശം ഏറിയ പങ്കും കാട് മൂടി തന്നെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഗേറ്റിൻ്റെ ഭാഗത്താണ്. സ്കൂൾ ഇപ്പോൾ തുറന്നിട്ടില്ല, ഗേറ്റ് തുറന്നിട്ടില്ല. പക്ഷേ ഈ കയറുന്ന ഭാഗത്തൊക്കെ കാട് മൂടിയ അവസ്ഥയുണ്ട്. ഇതൊക്കെ തന്നെ ആകാം ഈ പാമ്പിനെ ഇങ്ങോട്ട് ആകർഷിച്ചിട്ടുണ്ടാവുക. പലപ്പോഴായി ഈ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം ഈ കൃത്യത പാലിക്കുന്നില്ല എന്നുള്ളതാണ്. പല സ്കൂളുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് സ്കൂളിലേക്ക് കയറി പോകുന്ന വാതിലാണ്. ആ ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥ. കാട് മൂടിയ പ്രദേശങ്ങൾ ഏറിയ പങ്കും ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും കുട്ടിയുടെ അവസ്ഥ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും ഈ പ്രദേശത്തെ ഈ ഒരു സ്ഥിതിവിശേഷം ഇങ്ങനെ തന്നെ തുടരുന്നത് വലിയ ഗുരുതര ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്.